എന്റെ അച്ഛനാര്? എന്റെ കൊച്ചച്ഛൻ. നിന്റെ അച്ഛനാരാ? നിന്റെ വലിയച്ഛൻ. അപ്പൊ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് കം കസിൻസ്. ഇന്ന് നമ്മുടെ +2 റിസൾട്ട് വരും. യെസ്, എന്റെ വലിയച്ഛനെ നിന്റെ കൊച്ചച്ഛനെ നമ്മുടെ റിസൾട്ട് കാണിച്ച് പ്രൗഡ് ആക്കും. അളിയ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്ന് വെച്ചാ ഭയങ്കര. പോടാ. ഒരു പെണ്ണായിരുന്നു നിന്നെ ഞാൻ പ്രേമിച്ചേനെ. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സമ്മതമെന്നൊക്കെ. അളിയ, പണ്ട് ഞാൻ കുടുംബക്കാരുടെ കല്യാണത്തിന് ബോറടിച്ചിരിക്കുമ്പോ നിന്റെ ഒരു വരവുണ്ട്. എടാ, എനിക്കും ഏതെങ്കിലും കുടുംബ പരിപാടിക്ക് പോയാൽ ആദ്യം എന്റെ കണ്ണ് തരുന്നത് നിന്നെ. ഓർമ്മയുണ്ട സുനിയാമ്മൻ തെങ്ങിന്ന് ഒരഞ്ഞു വീണ് മരിച്ചപ്പോ മരിപ്പ് വീട്ടി നമ്മൾ രണ്ടുകൂടി ചിരിച്ച്. മെമ്മറീസ്. എന്റെ ഫേവറേറ്റ് കസിൻ നീയാടാ. എന്റെയും. റിസൾട്ട് നോക്ക്, വേഗമാവട്ടെ. എന്റെ നോക്കണോ നിന്റെ നോക്കണോ? ആരുടെയൊക്കെ നോക്കടാ. നോക്കൂ അച്ഛൻ. റിസൾട്ട് വന്നിട്ട് വേണം ഗൾഫിൽ വിടണോ അതോ നാട്ടിൽ നിർത്തി പോറ്റണോ എന്നൊക്കെ ആലോചിക്കുക. വല്യച്ഛ, കമ്പൈൻ സ്റ്റഡി, സ്പെഷ്യൽ ക്ലാസ്, നൈറ്റ് ക്ലാസ് പോരാത്തതിന് തുണ്ട് വെച്ചാണ് ഞങ്ങൾ പരീക്ഷ എഴുതിയത്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ കോൺഫിഡൻസോ അഹങ്കാരോ ഒന്നുമല്ല, കുന്തളിപ്പാണ്, കുന്തളിപ്പ്. കുന്തളിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിന്റെ അച്ഛൻ വീട്ടിൽ ഉണ്ടാ? ഉണ്ട്, ഇന്നലെ വല്യച്ഛനെ പറ്റി പറഞ്ഞു. ചീത്ത പറഞ്ഞാ തന്തയ്ക്ക് പറഞ്ഞ? തന്തയ്ക്ക് പറയൂല, ഒരു തന്തയായി പോയില്ലേ. കറക്റ്റ്, ചീത്തയാ പറഞ്ഞത്. അല്ല, ഭാഗ്യത്തിന് ഇതങ്ങനെ ജയിച്ചു പോയ എന്തോ പരിപാടി ഇനി? മഞ്ഞ ലഡു വാങ്ങിച്ചിട്ട് എല്ലായിടത്തും വിതരണം ചെയ്യണം. എടാ അതല്ലടാ കുഞ്ഞെ. അച്ഛാ, ഞാൻ ജയിച്ച്. എത്ര A+? ദേവന്മാര് വേണ്ട സംസാരം സംസാരിക്കരുത്. ജയിച്ച തന്നെ വലിയ കാര്യം. എവന്റെ നോക്ക് നോക്ക്. എടാ, നീ തോറ്റടാ. തോറ്റ്. തോറ്റ ചുമ്മാ. സത്യമായിട്ടും. എടാ, അതെങ്ങടാ നീ ജയിച്ചിട്ട് ഞാൻ തോക്കുന്ന? എന്റെ മോൻ പഠിച്ചടാ. എടാ, ഞാൻ കൊടുത്ത തുണ്ടിലാണോ അവൻ ജയിച്ചത്? But fate is against you. അയ്യോ, എന്റെ അച്ഛൻ ഇപ്പോന്നിരിക്കും പപ്പടത്തിന് മീശൊട്ടിച്ച പോലെ. മനസ്സിന് മറയില്ല, സ്നേഹത്തിന് അതിരില്ല. ഇനി നിങ്ങൾ പിരിയില്ല, പിരിയണം. ശങ്കര, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛന്മാരുടെ ബുദ്ധിയാണ് മക്കൾക്ക് കിട്ടുന്നത്. അങ്ങനാണെങ്കിൽ ആദ്യം പൊട്ടേണ്ടത് നിന്റെ മോനെ. ഞാൻ കുറച്ചൊക്കെ പഠിച്ചായിരുന്നു. കണ്ട, അവൻ അവന്റെ കാര്യം നോക്കി പോയി. നശിച്ച മഴ. കുമാരടേ, സുങ്കടാപ്പി നീയാ? സുങ്കടാപ്പിയാ? ക്ലാസ് ഒന്നും ഇല്ലായിരുന്ന ഇത്? ഞായറാഴ്ച ആര് വെച്ചേക്കുന്ന ക്ലാസ്? എന്നാ ഒരു ഗ്ലാസ് ചായ ഇട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കുടിച്ചിട്ട് ഇറങ്ങിക്കൂടെ മാമ? അല്ലെങ്കിൽ വരുന്ന വഴി എത്ര ചായക്കടയുണ്ട്? തർക്കുറുക്കുറുത്തരം പറയുന്നു. പോയി ചായ ഇടാൻ. എനിക്കും പുഷ്പ. തള്ളയുടെ തനി എക്സാക്ട് എക്സ്റേ അല്ലേ? തള്ള ഒന്നുകൂടെ ജനിച്ചതാ എന്റെ സ്വൈര്യം കളയാൻ. ഇവളെ ബസ് സ്റ്റോപ്പിൽ കണ്ടവരുണ്ടത്രേ. അത് ബസ് കയറാൻ നിൽക്കുന്നത് കോളേജിൽ പോവാനാടാ. കൂടെ ആൺപിള്ളേരും ഉണ്ടത്രേ. എടാ, കോളേജ് ആവുമ്പോ ആൺപിള്ളേരും പെൺപിള്ളേരും കാണത്തില്ലേ? അവർക്ക് ബസ് കയറി പോണ്ടേ? സ്ഥിര ഒരുത്ത ഉണ്ടത്രേ. സ്ഥിരവോ? ഈ പരിസരത്തുള്ള ഏതെങ്കിലും പയ്യനായിരിക്കും ഒരുമിച്ച് പോയി വരാനും ഒക്കെ ആയിട്ടെ കോളേജില്. ഇവന് ഞാൻ ഉദ്ദേശിക്കണം മനസ്സിലാവുന്നില്ല. എന്നാലും ഇത് ഏത് പയ്യൻ? ഇവളെ ഇങ്ങനെ നിർത്തിയാ മതിയാ, കെട്ടിച്ച് വിടണ്ടേ? വളർന്ന് ഞാൻ കണ്ടപ്പോ ഇത്രേ ഉള്ളായിരുന്നു, പെട്ടെന്ന് ഇങ്ങനായി. നീ എന്തോടെ കലക്കി കൊടുത്ത? ഏതേലും നല്ല പയ്യനെ നോക്കി കെട്ടിക്കണം. കുടുംബക്കാരുടെ അടുത്ത് ചോദിച്ചു തുടങ്ങി. ഇനി താഴെ ഒരുത്തനും കൂടെ നിപ്പിയില്ലേ? അവളുടെ തന്ത ഞാനല്ലേ, പിന്നെ ഈ കുടുംബക്കാരെല്ലാം നിന്റെ അടുത്ത് ചോദിക്കുന്ന എന്തിനി? പക്ഷെ എല്ലാ കുടുംബവും നോക്കുന്നത് ഞാനല്ലേടാ. ശരിയാ, എല്ലാ കുടുംബത്തിലും പോയി എത്തി നോക്കുന്നത് നീ തന്നെ. അതെ 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 അതെ. മാമ, മനു ഇല്ലേ? മനു അവൻ കുളിക്കുവാ. അവൻ കുളിക്കുന്നു. നീ കേറ്. വിനയം കണ്ട് തെറ്റിയിരിക്കണ്ട ഉടായിപ്പ. പെങ്കൊച്ചുള്ള വീട്ടിലാണ് കണ്ണം പോലെ പിടിച്ച് കയറ്റുന്നു. എടാ, ഇത് മനുവിന്റെ കൂട്ടുകാരനാ. മനുവിന്റെ കൂട്ട് വെട്ടണം. കൂട്ടുകാരനെ വെട്ടാലോ? അച്ഛാ, എനിക്കിന്ന് ത്രെഡ് ചെയ്യാൻ പോണം. പിന്നെ പറഞ്ഞില്ലെന്ന് പറയരുത്. എപ്പോ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ലേ? ശരിയാണല്ലോ. ചായ എന്തിയെ? പോന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ കയറി ഞാൻ കുടിച്ചോ. അച്ഛനോ? അച്ഛനും വേണമെങ്കിൽ പൊക്കോ. ഇവളെ ഇന്ന് തന്നെ കെട്ടിക്കണം. കെട്ടിക്കാനോ? നീ നല്ല സംബന്ധോട്ടെ പറയടാ. നമ്മുടെ മൂക്കട്ട കടവില് വളങ്കടി മനോജിന്റെ മോനുണ്ട്. പുഴുക്കടി നന്ദു, സ്കിൻ ഡോക്ടറാ. കേട്ടിട്ട് തന്നെ ചൊറിയുന്നു. എനിക്കും. നിനക്കിപ്പോ കേട്ടണോ? വേണ്ട, ഇവര് അതെ, അവക്കിപ്പോ കേട്ടാൻ താല്പര്യമില്ല. മോനെ, വലിയ കുടുംബം, പുഴുക്കടി. എന്നായിരുന്നു ചോറി? കുമാര, ഇവിടെ കുടുംബാരി സംസാരിക്കാൻ നമ്മളുണ്ട്. അവന്റെ അടുത്ത് മിണ്ടായിരിക്കാൻ പറയടാ. എഴുന്നേക്കടോ കുമാര, എഴുന്നേക്കടോ. കുമാര, അവൻ പറഞ്ഞത് കേട്ടാ? എണീക്കടോ ഒന്ന്. കുമാരേ, താൻ ഇനി ഇവിടെ ഇരുന്നാ തന്നെ അടിക്കും. കുമാരേ, എണീറ്റോ അവ അടിക്കും. തന്തയാണ്ട എന്നെ അടിക്കാത്ത ഒരു ദിവസം കൈവരെ പൊങ്ങി. ആണോ? ഞാൻ പോയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് ശരി പുഷ്പ. ഇനി അച്ഛനോട്
മേല ഇമാതിരി കുടുംബ കീടാണുക്കളെ വീട്ടിൽ വിളിച്ച് കയറ്റിയ കേട്ടല്ലേ? താങ്ക്സ് മോനെ. പോടോ. ഞാൻ തട്ടോടെ കാണും. ബൈ. ആടാ പോ. കെട്ടിക്കാൻ നടക്കുന്നു. ക്യാമറ റോളിംഗ്. അയ്യപ്പ നിർത്ത്. അപ്പൊ തെറ്റിച്ചു. എത്ര തവണ പഠിപ്പിച്ചു തന്നെയാ? നീയാ തെറ്റിച്ചേ. ഞാൻ നല്ല രീതിയിൽ കുളിക്ക് വരുമായിരുന്നു. കുലുക്കുന്ന കാര്യത്തെ എന്റെ അപ്പ തെറ്റിക്കാറില്ല. സഞ്ജു, എന്റെ ഹസ്ബൻഡ് ആയ നീ ഈ മരത്തടി പോലെ നിൽക്കുന്നോണ്ടാണ് തേക്കുന്നടി ആയിട്ടുള്ള നിന്റെ അപ്പയെ കൊണ്ട് എനിക്ക് റീൽ എടുക്കേണ്ടി വരുന്നത്. മോനു, ഞാൻ അപ്പോഴേ പറഞ്ഞ ശബാഷിന്റെ മോളെ കെട്ടിയാ മതിയായിരുന്നു. കേട്ടില്ല. 10 ഏക്കർ റബ്ബർ തോട്ടമായിരുന്നു. വലിച്ചില്ലേ? ദേ, ഈ ബാക്കി കിടക്കുന്ന ബെൻസ് കാറില്ലേ, അത് ഞങ്ങളുടെ കല്യാണത്തിന് ഈ പൊട്ടനെ കൊടുത്തല്ലേ എന്റെ അപ്പൻ? ഏത്? ഈ കളിപ്പാട്ട വണ്ടിയാ? അതാണെങ്കിൽ അവന് ഓട്ടിക്കാനും പറഞ്ഞൂടാ. മൊണ്ണ. അപ്പ ഞാൻ പഠിച്ചത് ഗ്ലച്ചുള്ള വണ്ടിയല്ലേ മണിയാശാന്റെ. ഇതിന് ഗ്ലച്ച് ഇല്ലല്ലോ. ഗ്ലിച്ച്. വാ, അടുത്ത ടേക്ക് പോവാ. അടുത്ത പാട്ടുണ്ട്. ആ, കുലുങ്ങാത്ത പാട്ടേട്. മേ വഴങ്ങണ്ടപ്പോ അങ്ങോട്ട്. എന്തു കാണിക്കുന്നേ? കുലുങ്ങിയ പ്രശ്നം, കുലുങ്ങിയില്ലേ പ്രശ്നം. മോനു, നീ എന്നെ ഇട്ടിട്ട് പോയില്ലേ? നീ നോക്കിക്കോടി, ഇനി നമ്മൾ തമ്മിൽ കാണുന്ന ദിവസം ഈ ലോകം എന്റെ കയ്യിലായിരിക്കും. അത് മാത്രമല്ല, എന്റെ കൂടെ നിൽക്കുന്നത് വലിയ വലിയ ബിസിനസ് ടൈക്കൂൺസ് ആയിരിക്കും. വീട് പറയാം. എന്താ വാശിക്ക് വാശ്. വാശിയാ? ആർക്ക്? കാർ വാഷിനെ ഇവിടുന്ന് വിളിച്ചായിരുന്നു. വാശിക്ക് വാഷ് സർവീസ്. ആ, അത് ഞാനാ വിളിച്ചത്. 3 കാറുണ്ട്. സന്തോഷായില്ലേ? സന്തോഷായില്ലെന്ന് എന്ത് 3 കാർ നമുക്ക് എഴുതി തരുന്ന ശ്രീകുട്ട. ആ. വാശിക്ക് വാഷണ്ണ. ആ കേറുന്നില്ലല്ലേ? വാശിക്ക് പോയിട്ട് ഇപ്പൊ വാശാണല്ലേ? പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയതാ, വെറുതെ നിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഫുൾ ടൈം എന്തുവാ? ഫുൾ ടൈം ഒന്നുമില്ല, അതല്ലേ പാർട്ട് ടൈം. വാചകടിക്ക് ഒരു കുറവുമില്ല. അണ്ണാ, എന്താടാ? ഗ്ലാസ് കഴിവ് എളുപ്പം അണ്ണാ. ആന്ധ്ര നമ്മൾ വെള്ളം ഒഴിച്ചിട്ടെ ഇത് വെച്ച് സ്വൈപ്പ് ചെയ്താ മതി. എന്റെ ശ്രീകുട്ട, അതിനകത്ത് സ്വിച്ച് ഉണ്ട്, തനിയെ ആയിക്കോളും. ഒരു വാശിപ്പുറത്തങ്ങ് പറഞ്ഞ അണ്ണാ. നീ ആ വണ്ടി പോയി കഴിവേ. വാശിക്ക് വാഷ അണ്ണാ. ആ, എന്നാ പോയി വാശി. നമ്മുടെ പയ്യനാ വൻ വാശി. ഈ വാശിക്ക് ആ സപ്ലൈ ഞാൻ ക്ലിയർ ചെയ്തൂടെ ബിടെക്കിന്റെ? അതൊക്കെ ഭയങ്കര മെനക്കാണ്. എന്താ ഇവിടെ ഭാഷ എന്ന് പറഞ്ഞിട്ട് ഫുൾ കുശലം പറച്ചിലാണല്ലോ. എനിക്ക് അറിയാവുന്നയാ. സപ്ലൈ ക്ലിയർ ആക്കുന്ന കാര്യം പറഞ്ഞേ. എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. ബാ, അപ്പക്ക് തുള്ളണം. തുള്ളാൻ മുട്ടിയിരിക്കുക. ഒഴിച്ച് കളയാൻ പറ ബ്രോ, ഇല്ലേ കല്ലാവും. മുള്ളാനല്ലടോ, തുള്ളാൻ. വി ആർ ഡാൻസിങ് ഫാമിലി. ഭയങ്കര ഡാൻസ് അല്ലേ? ഇതെന്തൊരു കുടുംബം ഉണ്ടോ? ഒരുമാതിരി തുള്ളൽ ഫാമിലി. എന്റെ പഴയ എക്സാടാ. അവള് പുളിങ്കൊമ്പോക്കി പിടിക്കുമെന്ന് വിചാരിച്ചപ്പോ എവരുമാതിരി പുളിമരമായി പോയി. അണ്ണാ പിന്നെ ഞാനൊന്ന് വാശിക്ക് വാശിപ്പോഴേ ആ ബെൻസ് ഒന്ന് സ്ക്രാച്ച് ആയി. വാശിക്ക് ചെയ്തോണ്ടാ നമ്മുടെ പോളിസി അതല്ലേ. വേണ ഇച്ചിരി മയത്തി ചെയ്യാം. ശ്രീകുട്ട, നീ എന്തിനാ ഇത് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നത്? വലിയ വീടൊക്കെ അല്ലേ അളിയാ. അവര് കാണുമ്പോ നമുക്ക് കാശിനോട് ആർത്തില്ലാന്ന് തോന്നിട്ട്. ഇതെന്റെ വണ്ടി മാത്രമല്ലടാ, പിന്നെ എന്റെ ഭാര്യയും കൂടെ. നീ വണ്ടി ഓട്ടിക്കല്ലാണ്ട് വേറെന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇതില്? എന്ത്? ഞാനും ഇവളും അല്ല വണ്ടി ഒരുമിച്ചാ കുളിക്കാറ്. വൈകുന്നേരം ഒരുമിച്ചിരുന്ന ചായ കുടിക്കുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയ അളിയാ. എന്താ ആലോചിക്കാൻ? എനിക്ക് ഇത്ര ഇണചേരുന്ന ഒരു വണ്ടി വേറെ ഉണ്ടാ? ഇണങ്ങുന്നേന്നല്ല എളിയാ. ആ, വണ്ടി വിറ്റതിന് ശേഷം അവന്റെ വീട്ടിലൊന്നും പോയി ഇരിക്കല്ലേ. ഇവളെ ഒരാഴ്ച അവനും ഒരാഴ്ച എന്റെ വീട്ടിൽ നിർത്തുന്ന കണക്ക് വല്ല വകുപ്പ് ഉണ്ടോ അളിയാ? പോക്കർത്തരം പറയരുത്. ഇത് ഡൈവോഴ്സ് ആയിട്ട് നിന്റെ മോളെ അവന് കൊടുക്കുമല്ല. ആ പിന്നെ ചെല്ലുമ്പോ അവര് സൂപ്പർ വണ്ടി, ചിമ്മിട്ട് വണ്ടി എന്നൊക്കെ പറയും. വീടരുത്. അവര് വണ്ടിയെ പറ്റി എന്ത് പറഞ്ഞാലും നിനക്ക് ഇഷ്ടപ്പെടാത്ത പോലെ മുഖം വെച്ചേക്കണം. അപ്പൊ ഇഷ്ടപ്പെട്ടാലോ? ഇഷ്ടപ്പെട്ട മുഖം എന്ന് വെച്ചേ. ഇനി ഇഷ്ടപ്പെടാത്തെന്ന് വെച്ചേ ഒരു വ്യത്യാസമില്ല. ബാ വരുന്നുണ്ടേ. അപ്പൊ ഇതാണല്ലേ ബ്രോ വണ്ടി. ബ്രോ, കൺമണിയുടെ കുണ്ടിയിലടിക്കുന്നു. കൺമണിയാ? അത് കാര്യാക്കണ്ട ബ്രോ. പുള്ളി വണ്ടിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റിലാണ്. ബ്രോ വണ്ടി ഒന്ന് നോക്കട്ടെ. ഓക്കെ ബ്രോ, വണ്ടി കണ്ടു. നമുക്ക് ഡീല് സംസാരിക്കാം. നീ എന്തിങ്ങനെ ഇരിക്കുന്നു? ഇഷ്ടപ്പെടാത്ത പോലെ ഇരിക്കുക. ആക്ടിങ്. ബ്രോ, സംഭവം 2 മിറർ 2 ടയർ 1 എഞ്ചിനൊക്കെ ഉണ്ട്. പക്ഷെ വണ്ടി കുറച്ച് ഓടി. ഓടാത്ത വണ്ടി വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് എടുത്താൽ പോരായിരുന്നു. ഇവന്മാര് നല്ല പാർട്ടീസാ, ബുദ്ധിയുണ്ട്. അത് നിനക്കില്ലാത്തോണ്ട് തോന്നുന്നേ. ബ്രോ, അപ്പൊ നമുക്ക് ഈ കച്ചവടത്തിലോട്ടങ്ങ് കിടക്കാം. നമ്മള് നേരെ പോയാ അത് വണ്ടി മേടിച്ചു കഴിഞ്ഞ് നിങ്ങൾ നേരെ വളച്ചോ പോവാ. നിങ്ങളുടെ ഇഷ്ടമല്ലേ? ചുമ്മാ ഇരിടാ. നമുക്കൊരു 10,000 അങ്ങ് ഉറപ്പിക്കാം. ഇറങ്ങടാ, ഇറങ്ങടാ. വേണമെങ്കിൽ ഒരു 2,000 കൂടെ കൂട്ടിത്തരാം.
കൂട്ടിത്തരാം. എടാ, ചുമ്മാ എന്റെ ഇരുടാ. കൺമണി കൂട്ടി കൊടുക്കുന്നതാണ് അവൻ. നീ കൊടുക്കണ്ട. ഇറങ്ങാനല്ല. സോറി ബ്രോ. ബാ 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 എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇത്. അറിയാൻ പറ്റുന്നില്ല ബാ ഒരേ ഭാവത്തിൽ ഇരിക്കുവാണ്. എന്തിനു പണിയാണ് കാണിച്ചത്? പിന്നെ 10,000 വന്നിട്ട് ചിരിക്കാൻ അവനാര് MG ശ്രീകുമാറാ? എവിടുന്ന് കിട്ടി ഈ പാട്ടേസിന്? വല്യച്ഛന്റെ വല്യച്ഛന്റെ വലിപ്പിക്കാൻ നോക്കിയാന്ന് തോന്നുന്നു. എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ പാട്ട് പാടുന്നത്. പാടുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ ആ ഭാവങ്ങൾ. അല്ല പയ്യൻ പാടുന്ന നമുക്ക് കേട്ടൂടെ? പിന്നെ എവൻ എന്തിനാ എന്റെ ഇടയിൽ സംസാരിക്കുന്നത്? ആ പയ്യനേക്കായി വ്യൂസ് ഉണ്ട് അവന്. ഈ പാട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാരും എന്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. ബൈ. എടാ ഇവൻ എന്തിനാ ലൈക്ക് കൊടുക്കുന്ന ആൾക്കാർ ആ ചെറുക്കം പാടിയന് മേളിയിരുന്ന് തൊലിക്കുന്നതിനാ? എടാ നിക്കാണ്ട് ഇവിടെ ഒന്ന് ഇരിക്കി. ബാ ഇരുന്ന് കേൾക്കാം. എടാ നിനക്ക് സ്വന്തമായിട്ട് എന്തേലും കഴിവുണ്ടോടാ? ഇല്ല, പക്ഷെ ബാക്കിയുള്ളവരുടെ കഴിവാൻ കാണാതെ പോകുന്നില്ലല്ലോ. പോലീസ് വിളിക്കും. ശ്രീത്തെ ടെൻഷൻ അടിക്കല്ലെങ്കിൽ വാ. പോലീസ് ഞാനൊന്നും ചെയ്തില്ല. അത് നിന്നെ പിടിക്കാന്നല്ല. പോലീസിനെ കണ്ട് നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കേസായാല എന്തോന്ന് റോട്ടിൽ കൂടെ നടന്നെന്നും പറഞ്ഞ? അങ്ങനെ വകുപ്പില്ലേ? ഓ ശ്രീത്തെ നീ ഇപ്പൊ ഇടയായിട്ട് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ടെൻഷൻ ആവുന്നുണ്ടല്ലേ? ഡേ അതിനും ടെൻഷൻ ആവുന്നു. എടാ നീ ചുമ്മാ ടെൻഷൻ ആക്കാലോ. ഒന്നുമില്ല, ടെൻഷൻ ആവുന്നു എനിക്കറിയാം. എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം ടെൻഷൻ അടിക്കുന്നത്. മൊബൈൽ വിഴുങ്ങി. ഇനി നീ അതിന്റെ ക്യാമറ ഓൺ ആക്കിയ വീട്ടിൽ കയറി ഞാൻ റിപ്പോർട്ട് അടിക്കും. ഇതാണോ എന്റെ വീട്? അത് ഇയാളുടെ വീട്ടിൽ മാത്രമല്ലേ ഉള്ളൂ AC. വേറെ അവിടെ പോയിട്ടിരിക്കും. കുടിക്കാൻ തന്നെ പറ, ചൂടെടുക്കണം. ചായ മതിയാ? അലുവ കണ്ണാലെ ചൂടത്ത് ചായ വേറെ വല്ല ഇട്. എന്നാ കട്ടൻ എടുക്കാം. ഈ പൊട്ടനെ കട്ടനെന്നൊക്കെ ഈ ചൂടത്ത് നമുക്ക് ലൈവ് അടിക്കാം. ടെൻഷൻ ആവാതെ ഭാഗത്തോട്ടിരിക്കാം. പുല്ല് തണുപ്പൊന്നും വരുന്നില്ലല്ലോ. എന്താ ഇവിടെ ഒരു മുഴ. എടാ അത് ആപ്പിളടാ. എനിക്കില്ലല്ലോ ആപ്പിള്. സ്കൂളിൽ സമയത്ത് കേറണമായിരുന്നു. എടാ ടെൻഷൻ ആവല്ലേ, അത് ബാബു സാപ്പിള്. ആ സ്കൂളിൽ പോയതാ, പക്ഷെ ഉറങ്ങിപ്പോയി. ശ്രീത്തെ പോകാൻ നേരം എനിക്കൊരു കാര്യം പറയണ്ടേ? എന്തിനാ പോകാൻ നേരം പറയാം. ഏടാ ചുമ്മാ ടെൻഷൻ ആക്കല്ലേ? സീനാണ്. പെട്ടെന്ന് പറ. ഇപ്പം എനിക്കാണെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ കേറും. എടാ ഒന്നുമില്ലടാ, നിന്റെ അമ്മ ഒന്ന് കൊളക്കട്ടെ എന്നിട്ട് പാത്രം വീട്ടിൽ ഇരിക്കുന്നത് എടുക്കാൻ മറക്കല്ലേ എന്ന് പറയാൻ വന്നതാ. ടെൻഷനായി പോയി. എന്നാ. ഓ ദേ ഞാൻ പിന്നെ സെൽഫിയില് നീയാലോ പിന്നെ ചിരിയടാ. അളിയാ എന്റെ പല്ലിന്റെ ഇടയിൽ ഒരു വിടവ്. ഫിൽറ്റർ ആണ് അളിയാ. എന്റെ പല്ല് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്ന അളിയാ? അടിച്ചകത്തേറ്റാൻ തോന്നുന്നു എനിക്ക്. അളിയ പല്ലിന്റെ ഇടവേല് പള്ളി